വളരെ ദൗർഭാഗ്യകരമായി പോയി. കാരണം നമ്മളെല്ലാവരും ആ കുട്ടിയെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടിയുടെ മൃതശരീരമാണ് നമുക്ക് ലഭിച്ചത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഇത്രയും ഒഴുക്കും അതുപോലെ തന്നെ ഈ ശക്തമായ മഴയും അതുപോലെ തന്നെ നല്ല ആഴവുമൊക്കെയുള്ള ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സിൻ്റെയും UK സ്കൂബ ഡൈവേഴ്സ് ടീമിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബോഡി നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. വളരെ നമ്മുടെ കേരളയിലേക്കുന്ന ഒരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഇത്രയെല്ലാം ഈ തെരച്ചിലിൽ സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സ്, അതുപോലെ നാട്ടുകാരുടെ. കാരണം ഈ വിവരം അറിഞ്ഞ സമയം മുതൽ നമുക്ക് ഇവിടെ നിരവധിയായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും അവരെല്ലാവരും ഈ തെരച്ചിലിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുകയും ഇവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വഞ്ചിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ എത്തിച്ചുകൊണ്ട് നമുക്ക് നാട്ടുകാരുടെ നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ളൊരു പരിശ്രമത്തിലാണ് നമുക്ക് കുട്ടിയോടെ ജീവനോടെ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ജീവനോടെ നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്തായാലും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും കൂടെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ബോഡി കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. അങ്ങേറ്റം വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ജനപ്രതിനിധികളും തിരച്ചിലിനെല്ലാം മുതിർന്നവരും എല്ലാം വന്ന കാര്യത്തെപ്പറ്റി പരിശോധിക്കണം. ഈ സംഭവത്തെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ട്. ഈ കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കണം. അവരുടെ വീട്ടുകാരിൽ നിന്നുണ്ടായ ഒരുപാട് പീഡനം ഉള്ളതായിട്ട് പറയുകയും ഈ കുട്ടി വീട്ടിൽ വന്ന് ഒരാഴ്ചയോളം ഈ അടുത്ത ദിവസം നിന്നതും ഉണ്ട്. അതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഒരടുത്ത ബന്ധു എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കേസ് അതാ. എൻ്റെ പേരാ എൻ്റെ പ്രകാശൻ. ഏതായാലും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടിയെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഒളിമങ്ങാതെ എവിടെയോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിനാണ് മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു മൃതദേഹം കണ്ടെത്തി. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ വാർത്തയാണ് വരുന്നത്.